നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് സെന്ററിന് സമീപം തൃത്താല റോഡിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. തിരുമിറ്റക്കോട് സ്വദേശി ശ്രീരാഗ്, ചേകന്നൂർ സ്വദേശി അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. മേടത്തൂർ ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരുന്നതിനിടെ പ്രയാഗ സ്റ്റോപ്പിന് സമീപം റോഡരികിലെ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയിലേക്ക് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ശ്രീരാഗിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും കാലിന് പരിക്കേറ്റ അഖിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നാലേമുക്കാലോട് കൂട്ടാണ് 2 ആളുകൾ ബൈക്കിൽ നിൽക്കുന്ന ബൈക്കാണ് ഈ പ്രദേശത്ത് പോയി തൃത്താല ഭാഗത്ത് നിന്ന് കൂറ്റനാടേക്ക് പോകുന്ന ബൈക്കിന് ഓവർ സ്പീഡായിരിക്കണം. അത് ഈ പാലത്തിൻ്റെ ഈ മൂലയിൽ ഇടിച്ചിട്ട് ഓവർ സ്പീഡ് നിയന്ത്രണം വിട്ടിട്ട് മറിയാനുണ്ടായത്. അതിൽ വണ്ടി ഓടിച്ചിരുന്ന പയ്യനാണെന്ന് തോന്നുന്നു. അവൻ്റെ കാലിന് ഇടത് കാലിന് സാരമായ പരിക്കുണ്ട്. വണ്ടി ഇവിടെ ഇടിച്ചോട് കൂട്ട് ബാക്കിലിരുന്ന ആൾ പുറകിലിരുന്ന ആൾ അങ്ങോട്ട് തെറിച്ച് വീണു. അതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 പേരെയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന A. സാബിറയും മുൻ മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് M. ശങ്കരൻകുട്ടിയും ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെയാണ് LDF നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ 16 ഡിവിഷനുകളിൽ 14 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുൽക്കല്ലൂർ പഞ്ചായത്തിലെ 2 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി LDFന് നഷ്ടമായ ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. പരിചയസമ്പന്നരെയും യുവാക്കളെയും രംഗത്തിറക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുന്നതെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് 3 ഡിവിഷനാണ് പട്ടാമ്പിയിലുള്ളത്. അതിലൊന്ന് കോടാനംകുരിശിയാണ്. അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് VP സജീദേവിയാണ്. ഇവർ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്നു. സെക്രട്ടറിയായിട്ട് വിരമിച്ചു. CPIMൻ്റെ ഓങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം ആണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഓങ്ങല്ലൂർ വില്ലേജ് സെക്രട്ടറി. രണ്ടാമത്തത് മുതുതല ഡിവിഷനാണ്. ഇവിടെ മത്സരിക്കുന്നത് ഈ പട്ടാമ്പി പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു വലിയ സഖാവിൻ്റെ മകൻ. CPIMൻ്റെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായ സഖാവ് TP അഹമ്മദാണ്. TP അഹമ്മദ്. മൂന്നാമത്തത് CPI സ്ഥാനാർത്ഥിയാണ് തിരുവേഗപ്പുറയിൽ. 2 ദിവസത്തിനകം അത് പ്രഖ്യാപിക്കാൻ കഴിയും. തിരുവേഗപ്പുറ 2 ദിവസത്തിനകം പ്രഖ്യാപനം ആവും. ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി LDFിൻ്റെ ഭരണത്തിലാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് വിലയിരുത്തില്ല. നിലവിലെ ജില്ലാ പഞ്ചായത്ത് സമിതി അധ്യക്ഷയായിരുന്ന A. സാബിറ കാരക്കുത്ത് ഡിവിഷനിൽ നിന്നും മത്സരിക്കും. മുതുതല പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ M. ശങ്കരൻകുട്ടി പരുത്തൂർ ഡിവിഷനിൽ നിന്നുമാണ് മത്സരിക്കുക. കോപ്പം ഡിവിഷനിൽ നിന്നും CPI നേതാവ് P. ചേക്കാമു മത്സരിക്കും. വിളയൂർ പഞ്ചായത്ത് അംഗമായിരുന്ന മുജീബ് കരുവാങ്കുഴി എടപ്പല ഡിവിഷനിൽ നിന്നും മത്സരിക്കും. നമ്മുടെ ബിരുദധാരികളുണ്ട്. 4 യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വം നൽകുന്ന ആളുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ വിവിധ തരത്തിൽ കഴിവ് തെളിയിച്ച ആളുകളുടെ പേര് വിവരമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ വാർഡ് തിരുവേഗപ്പുറയാണ്. തിരുവേഗപ്പുറയിൽ അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകയായിട്ടുള്ള പൊതുപ്രവർത്തകയായിട്ടുള്ള റഹ്മത്ത് കിനാനാട്ടിൽ ആണ് സ്ഥാനം. 2ാം വാർഡ് കൈപ്പുറം. കൈപ്പുറത്ത് മത്സരിക്കുന്നത് DYFയുടെ ഒപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും ഉജ്ജ്വല പ്രാസംഗികയും ബിരുദകാരിയുമായിട്ടുള്ള സുഹൈലയാണ്. സുഹൈല. 3ാം വാർഡിൽ മത്സരിക്കുന്നത് 3ാം വാർഡ് എടപ്പലാണ്. എടപ്പലത്ത് മത്സരിക്കുന്നത് ജീവൻകാരുണ്യ പ്രവർത്തനം നടത്തി
തൻ്റെ മേഖലയിൽ വലിയ വികസന പ്രവർത്തനം നടത്തി കഴിവ് തെളിയിച്ച മുജീബ് കരുവാമ്പുഴയാണ്. 4ാം വാർഡ് വിളയൂരാണ്. വിളയൂരിൽ മത്സരിക്കുന്നത് CPIMൻ്റെ തെക്കുമുറി ബ്രാഞ്ച് സെക്രട്ടറി, കുടുംബശ്രീ, ആ പഞ്ചായത്തിൽ കുടുംബശ്രീയെ നയിക്കുന്ന ആളുമായ AK ദിവ്യ. കൂടാതെ മറ്റു ഡിവിഷനുകളായി റഹ്മത്ത് കിനങ്ങാട്ടിൽ, സുഹൈല, AK ദിവ്യ, AK റഫീഖ്, MP രാജേഷ്, PK പ്രസന്ന, P അൻഷാദ്, അബ്ബാസ്, പ്രേമകുമാരി, അഡ്വക്കേറ്റ് സുവർണ തുടങ്ങിയവരും മത്സരിക്കും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ മുതുതലയിൽ നിന്നും TP അഹമ്മദും വാടാനംകുരിശിൽ നിന്ന് VP സതീദേവിയും മത്സരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, പരമേശ്വരൻ, MN കരുണാകരൻ, അബ്ദുറഹ്മാൻ, ജയകൃഷ്ണൻ പടനായകത്തെ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കേരള സർക്കാരിന്റെ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി. പദ്ധതിയുടെ ഭാഗമായുള്ള OP പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജുമോൻ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, KV സുന്ദരൻ, P വിനീത, ചാലിശ്ശേരി CHC മെഡിക്കൽ ഓഫീസർ MS ശ്രീകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഇത് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ. പക്ഷെ നമ്മുടെ ഒരു സാഹചര്യങ്ങളുമായിട്ട് ഒത്തു നോക്കിയാൽ ഇവിടെ ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് 1 വർഷത്തിനുള്ളിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം ഉണ്ടാക്കുമെന്ന കാര്യം ഞാനിവിടെ പറയാൻ വെറുതെ പ്രഖ്യാപിക്കുന്നതല്ല, ആലോചിച്ചുറപ്പിച്ചെന്ന് പറയുന്നതാണ്. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പുതിയ നല്ല സൗകര്യമുള്ള കെട്ടിടം ഉണ്ടാകും. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കാട് ഒലിയാനപ്പുറത്ത് സംസ്ഥാന കായിക വകുപ്പ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, MLA ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തി 20 ലക്ഷം രൂപ വിനിയോഗിച്ച് സജ്ജീകരിച്ച ഓപ്പൺ ജിം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഷിജി, CA പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമൽ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി മന്ത്രി അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ, വാർഡ് മെമ്പർ TA പ്രിയ, മനു രവീന്ദ്രൻ, CPM പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A കുട്ടിനാരായണൻ എന്നിവർ സംസാരിച്ചു. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇവിടെ ഉള്ളവരെല്ലാം നല്ല സ്മാർട്ടായിട്ടുണ്ടാവും. സ്മാർട്ട് ആൻഡ് സ്ലിം അടിയൊക്കെ കുറച്ച് നല്ല ഉഷാറായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളിത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനാണ് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവര് ഈ ജിംനേഷ്യം നന്നായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും, എല്ലാ പ്രായക്കാരും. കാരണം ഇപ്പൊ നമ്മൾ ജീവിതശൈലി രോഗങ്ങളാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നതാണ് പ്രമേഹം, കൊളസ്ട്രോൾ, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വേറെ പല രോഗങ്ങളും വരുന്നത്. അർബുദം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് വ്യായാമത്തിന്റെ കുറവ്, ഹൃദ്രോഗം, ഇതിനൊക്കെ ഒരു കാരണമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനമാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിനടിയിൽപ്പെട്ട് മരണം സംഭവിച്ച ഉത്തർപ്രദേശ് സ്വദേശിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം സംഭവിച്ചത്. ഭാര്യയെയും മകനെയും നാട്ടിലേക്ക് യാത്രയക്കുവാൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഉത്തർപ്രദേശ് സ്വദേശി ഇക്ബാൽ ഖാനാണ് ട്രെയിനടിയിലേക്ക് വീണ് ദാരുണാന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. 48 വയസ്സാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസിലെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ഭാര്യ നജ്മ ബീഗത്തെയും മകൻ ഷമീമിനെയും കയറ്റി നീങ്ങിത്തുടങ്ങിയ വണ്ടിയിൽ നിന്നും തിരികെ ഇറങ്ങുമ്പോഴാണ് കാൽ വഴുതി ട്രെയിനടിയിലേക്ക് ഇക്ബാൽ ഖാൻ വീണതെന്നാണ് പറയുന്നത്. ഇയാൾ വീഴുന്നത് കണ്ട് ഭാര്യയും മകനും ബഹളം വെച്ചതിനെ തുടർന്ന് യാത്രക്കാർ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇക്ബാൽ ഖാൻ മരിച്ചിരുന്നു. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തിമേൽ നടപടികൾ സ്വീകരിച്ചു. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ VM ബാലൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനവും വായനശാലയുടെ വാർഷികോദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി
MP രാജേഷ് നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു അധ്യക്ഷനായി. ട്രസ്റ്റിന്റെ ലോഗോ പ്രശസ്ത സിനിമാ നടൻ TG രവി പ്രകാശനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ ആലംകോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ, TK നാരായണദാസ്, ഉണ്ണികൃഷ്ണൻ, പട്ടിത്തറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CP റസാഖ്, ആലൂർ യുവജന വായനശാല സെക്രട്ടറി VP ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് ഒരു നാടിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുകയും മാനുഷികമായതൊന്നും തനിക്ക് അന്യമല്ല എന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയും ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പൊതുപ്രവർത്തകനാണ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. വേദികളിൽ നൃത്ത ഇനങ്ങളാൽ സമ്പന്നമായിരുന്നു 4ാം ദിനം. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, കേരള നടനം, നൃത്തച്ചുവടുകളാൽ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദികൾ 4ാം നാളിൽ സമ്പന്നമായിരുന്നു. രാവിലെ മുതൽ ആരംഭിച്ച മത്സരങ്ങൾ വൈകിയും തുടരുകയായിരുന്നു. ബാൻഡ് മേളം, മാർഗംകളി, തിരുവാതിരക്കളി, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ചവിട്ട് നാടകം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും 4ാം നാളിൽ വേദികൾ കീഴടക്കി.
സംഘഗാനം, മോണോ ആക്ട്, കഥാപ്രസംഗം, പാടകം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് എന്നിവയും 4ാം നാളിലെ മത്സര ഇനങ്ങളായിരുന്നു. മേളയ്ക്ക് 4 തിരശ്ശീല വീഴും. നാളെ രാവിലെ മുതൽ കോൽക്കളി, ദഫ്മുട്ട്, അറബനമുട്ട്, നാടോടി നൃത്തം, സംഘനൃത്തം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മത്സരം നടക്കും. വൈകുന്നേരം മേളയുടെ സമാപന സമ്മേളനവും നടക്കും. വെള്ളിയാഴ്ച പ്രീ പ്രൈമറി കലോത്സവമാണ്. ഉപജില്ലയിലെ 90ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 4500ഓളം കലാപ്രതിഭകളാണ് 5 ദിവസങ്ങളായി നടക്കുന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മേള സമാപന നാളിലേക്ക് നീങ്ങുന്തോറും സ്കൂളുകൾ തമ്മിലുള്ള മത്സരം തുടരുകയാണ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആവേശം വിതറി നാടൻപാട്ട് മത്സരം. 6 ടീമുകളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സര രംഗത്തുണ്ടായത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 4ാം നാളിൽ നടന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നായിരുന്നു നാടൻപാട്ട് മത്സരം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായിരുന്നു മത്സരം നടത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 6 ടീമുകളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടൻപാട്ട് മത്സരം അരങ്ങേറിയത്.
മത്സരിച്ച 6 ടീമുകൾക്കും എ ഗ്രേഡ് ലഭിച്ചു. നിറഞ്ഞ കൈയൊടിയോടെയാണ് കാണികൾ നാടൻപാട്ട് മത്സരത്തെ വരവേറ്റത്. തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആഹ്ലാദ പ്രകടനം നടത്തി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം അറക്കൽ അങ്ങാടി വഴി സ്കൂളിലെത്തി സമാപിച്ചു. കുട്ടികൾ ട്രോഫികൾ കൈകളിലേന്തി ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. LP അറബിക് വിഭാഗത്തിൽ 3ാം വർഷവും 1ാം സ്ഥാനം നിലനിർത്തിയപ്പോൾ ജനറൽ വിഭാഗം അഗ്രിഗേറ്റ് 3ാം സ്ഥാനം നേടി. ഉപജില്ലാ ശാസ്ത്രമേളയിലും സ്കൂൾ 2ാം സ്ഥാനം നേടിയിരുന്നു. ആഹ്ലാദ പ്രകടനത്തിന് സ്കൂൾ പ്രധാനാധ്യാപകൻ E. ബാലകൃഷ്ണൻ, അധ്യാപകരായ കമറുന്നിസ, സാജിദ, സന്ധ്യ, PTA വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.